ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റാഗിപ്പൊടി കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മധുരക്കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. 1 കപ്പ് നിറയെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. വറുത്ത റാഗിപ്പൊടിയോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മാവിനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ല തിളച്ച വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിന് നല്ലപോലെ ചൂടുണ്ടാവണം. പച്ചവെള്ളം ഒന്നും ചേർക്കരുത്, ഇളം ചൂടുവെള്ളവും ചേർക്കരുത്. നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ. ഞാൻ ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ ഈ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ശർക്കരയാണ്. 150 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ശർക്കര പാനി ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അത്യാവശ്യം കല്ലും പൊടിയൊക്കെ നമ്മുടെ ശർക്കരയിലുണ്ടാവും. അതിൻ്റെ പോലെ അരിച്ച് തന്നെ നമുക്ക് ഈ കടായിലേക്ക് ചേർക്കാം. അരിച്ചെടുത്ത ശർക്കരയിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. നല്ല ഫ്രഷായിട്ട് ചിരകിയ 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ചേരണം. അതുവരേക്കും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ശർക്കരയിലുള്ള ഈ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ അതിലുണ്ടായിരുന്ന ശർക്കര പാനിയിലുണ്ടായിരുന്ന വെള്ളവും വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വറുത്തെടുത്ത കപ്പലണ്ടിയും കൂടി ചേർക്കാവുന്നതാണ്. വറുത്ത കപ്പലണ്ടിയെ ചേർക്കാവൂ. കപ്പലണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേറെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നട്ട്സും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ നിലക്കടലയും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി കൈവച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ മാവൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം. കയ്യിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഉരുട്ടിയെടുത്ത ശേഷം ഒന്നുകിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഴയിലേക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എളുപ്പം എങ്ങനെയാണോ അതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ പരത്തിയെടുത്ത മാവിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് അത്രയും വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എങ്ങാനും ചെറിയ ഹോളൊക്കെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അല്പം മാവ് എടുത്തതിന് മുകളിലേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ആവശ്യമില്ല വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ തട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഒരല്പം നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് ഇത് തട്ടിന് മുകളിലായിട്ട് ഒന്ന് പൊട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ ഇത് വേകാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആവിയിൽ വെച്ചിട്ട് ഇത് ഉടൻ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായിട്ടുള്ള നല്ലൊരു മധുര കൊഴുക്കട്ടയാണ്. ഉറപ്പായിട്ട് നിങ്ങളും റാഗിപ്പൊടി കൊണ്ട് ഇതുപോലൊരു മധുര കൊഴുക്കട്ട ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.